വെള്ളിയാഴ്ച മുതൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. തൃശൂർ അടക്കം 8 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. മുൻകരുതലുകൾ ശക്തമാക്കി ദുരന്ത നിവാരണ അതോറിറ്റി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് 3 വരെ പ്രവചിച്ചിട്ടുള്ള ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി പതിവിലും കൂടുതൽ മഴ ലഭിക്കും. അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഈ ന്യൂനമർദ്ദം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇടുക്കിയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളെയാണ്. നിലവിലെ ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ജൂലൈ 19 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത്. കേരളത്തിൽ അതുകൊണ്ട് തന്നെ വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വകുപ്പ് പറയുന്നുണ്ട്. പ്രധാനമായും തൃശ്ശൂരിൽ നിന്ന് വടക്കൻ കേരളത്തിലും അതിനു പുറമെ ഇടുക്കിയിലുമായിരിക്കും ഇതിന്റെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രവചനം. അതിഭീകരമായിട്ടുള്ള ഭീതി വേണ്ട, പക്ഷെ നല്ല ജാഗ്രത വേണം. ശക്തമായ കാറ്റ് വിതച്ച നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മറ്റും താമസിക്കുന്നവർ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് ലഭിച്ചാലുടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കണം. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ ഇത്തരം പ്രദേശങ്ങളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകുന്നതിനാൽ തീരദേശ വിനോദസഞ്ചാരവും രാത്രിയാത്രകളും പരമാവധി ഒഴിവാക്കണമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ കളക്ടർമാരുടെ യോഗത്തിന് ശേഷം തൃശൂരിൽ പറഞ്ഞു. പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിലും മഴയത്തും മറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുനിരത്തിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അഴിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ ബലപ്പെടുത്തുകയോ ചെയ്യാനുള്ള നടപടി അടിയന്തരമായിട്ട് എടുക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഓലമേഞ്ഞതും ഷീറ്റ് പാകിയതുമായിട്ട് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഉള്ള നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം. അടിയന്തര ആവശ്യങ്ങൾക്കായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സർക്കാർ 1 കോടി രൂപ വീതം നൽകിയിട്ടുണ്ട്. ഇതിൽ 25,000 രൂപ വില്ലേജുകൾക്ക് നൽകാനും നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ മുൻകരുതലായി 9 NDRF സംഘങ്ങളെ ഇതിനോടകം തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആർമി, CRPF ഉൾപ്പെടെയുള്ള സേനയുടെ സഹായവും ലഭ്യമാണ്. പഞ്ചായത്തുകളിൽ RRT സംഘങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാനും അധികൃതർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കൊല്ലം, കോഴിക്കോട്, വയനാട്, മലപ്പുറം ഈ ജില്ലകളിലാണിപ്പോൾ NDRFന്റെ ടീമിനെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനു പുറമെ DSCയുടെ 3 ടീം ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. ആർമിയുടെ 11 കോളം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് അവരൊരു 200ഓളം പേര് നൂറനാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. CRPFന്റെയും BSFന്റെയും CISFന്റെയും ആവശ്യത്തിന് സംഘവും നമുക്കുണ്ട്. RRTകളുടെ പ്രവർത്തനം, റാപ്പിഡ് റെസ്പോൺസിബിൾ ടീമിന്റെ പ്രവർത്തനം വീണ്ടും പഞ്ചായത്തുകൾ നല്ലതുപോലെ തയ്യാറാക്കി ചെറിയ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ അവരുടെ മേൽനോട്ടത്തിൽ നടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 14 ക്യാമ്പുകളിലായി 76 കുടുംബങ്ങളിലെ 224 പേരാണുള്ളതെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ സെപ്റ്റിക് മാലിന്യം ചാലുകളിലേക്ക് ഒഴുക്കിവിടുന്ന സംഭവത്തിൽ ബന്ധപ്പെട്ടവരോട് അടിയന്തരമായി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും ഇത് ലഭ്യമായാൽ വിഷയത്തിൽ സംയുക്തമായി തന്നെ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുണ്ടാകും. TCV തൃശൂർ.